അയച്ചിട്ടുള്ളത്. മറ്റൊരു വാർത്ത, തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുത്തവർക്കെതിരെ കേസ്. ഫോർട്ട് കൊച്ചി പോലീസാണ് 2 പേർക്കെതിരെ കേസെടുത്തത്. നിലവിൽ ഫോർട്ട് കൊച്ചി മേഖലയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. അടുത്തിടെ ഇവിടെ വഴിയാത്രക്കാർക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയും ചെയ്തിരുന്നു. കോഴിക്കടയിലെ അവശിഷ്ടം ആയിരുന്നു നായകൾക്ക് കൊടുത്തത്. തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, തെരുവുനായയുടെ അതിക്രമം അതുമൂലം നിരവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, കൊച്ചുകുട്ടികൾക്ക് പോലും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആക്രമണകാരികളായ തെരുവുനായയെ കൊല്ലുക എന്ന തീരുമാനത്തിലേക്ക് അടക്കം എത്തിയൊരു സമയമാണ്. അതിനിടയിലാണല്ലോ ഈ തെരുവുനായകൾക്ക് ഭക്ഷണം കൊടുത്ത ആളുകൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം? ഇവർ കോഴിക്കട, അതായത് ഈ വേസ്റ്റാണല്ലോ കൊടുത്തത്, അത് നടത്തുന്നവരായിരുന്നോ അതെയോ തെരുവുനായകളോടുള്ള സ്നേഹം, ഈ തെരുവുനായകളെയൊക്കെ ഇത്തരത്തിൽ തീറ്റിപ്പോറ്റുന്ന കുറേ ആളുകളുണ്ടല്ലോ, ആ ഗണത്തിൽപ്പെടുന്നവരാണോ? എന്താണ് അവസ്ഥ? അഭിലാഷ, പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത് ഈ കോഴിയുടെ ഈ ഒരു അറവ് അവശിഷ്ടം എന്നെല്ലാം പറയുന്ന കാര്യങ്ങളാണ് ഈ നായ്ക്കൾക്ക് വിതരണം ചെയ്തത് എന്നതാണ് മനസ്സിലാക്കേണ്ട സാധിക്കുക. അവർക്ക് ഭക്ഷണമായിട്ട് വിതറിപ്പോകുന്ന രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകളായി മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നവർ തന്നെ ഇത് ചെയ്യുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒരു വിഷയമെന്ന് പറയുന്നത് ഈ ഫോർട്ട് കൊച്ചി, അമരാവതി, ഈ മട്ടാഞ്ചേരി തുടങ്ങിയ മേഖലകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ദൃശ്യങ്ങളിലുണ്ട് വ്യാപകമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് തെരുവുനായ്ക്കൾക്കാണ്. കാരണം അടുത്തയിടെ അവിടെ ആ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് നായയുടെ കടിയേൽക്കേണ്ടി വന്ന ഒരു സ്ത്രീക്ക് കടിയേൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ അതീവ ഗുരുതരമാണ്. കാരണം ഇവിടെ നിന്ന് ഇതിനെ ഒന്ന് ഓട്ടി പായിക്കാനായിട്ട് പോലും സാധിക്കാത്ത രീതിയിലേക്ക് ഒരുപാട് ഏതാണ്ട് സംഘടിതമായ രീതിയിലാണ് ഇവിടെ നായ്ക്കളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കൂട്ടത്തോടെ എത്തുക, ആക്രമിക്കുക, ആർക്കും അടുത്തേക്ക് ചെല്ലാൻ ഭയചകിതരാകുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകുക. പക്ഷേ മറ്റൊരു നടപടികളിലേക്കും പോകാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. അതിനിടയിലാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഭക്ഷണമെന്ന് പറയാൻ കഴിയില്ല, കോഴി അവശിഷ്ടങ്ങൾ എന്നാണ് പറയുന്നത്. അത് രാത്രികാലങ്ങളിൽ വിതരണം ചെയ്ത് പോകുന്ന രീതിയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ പലതവണ ഇവർക്ക് ഒരു കുടുംബത്തിലെ 2 പേരാണ് കോഴിക്കട നടത്തുന്നതെന്ന് പറയുന്നത്. അവർക്ക് നാട്ടുകാരെ മുന്നറിയിപ്പ് അടക്കം നൽകിയിരുന്നു. നിങ്ങൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യരുത് എന്നത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. കാരണം ഇതുകൊണ്ടാണ് ഈ തീറ്റ ഇവിടെ കിട്ടുന്നത് കൊണ്ടാണ് ഇതെല്ലാം കൂട്ടം കൂടി ഈ പരിസരത്ത് തന്നെ ഉണ്ടാകുന്നത്. പലർക്കും കടിയേൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച റീജ എന്നൊരു സ്ത്രീക്കടക്കം നായയുടെ കടിയേറ്റിരുന്നു. ഇപ്പോൾ ഇത് പരാതിയായിട്ട് തന്നെ വന്ന സാഹചര്യത്തിലാണ് ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്നേഹമാണോ അതിനപ്പുറത്ത് ഈ കോഴി മാലിന്യത്തിന്റെ ഒരു ഭാഗമെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കാം എന്ന വികാരമാണോ? അതും വ്യക്തതയില്ല അല്ലേ ഡാനി? ഇതിലിപ്പോൾ നാട്ടുകാർ പറയുന്നത് കൂടുതൽ അതിൻ്റെ ഒരു പ്രാഥമിക പരിഗണന എന്ന് പറയുന്ന അത്തരം മാലിന്യങ്ങൾ ഈ രീതിയിൽ കളയുക എന്നത് കൂടിയുണ്ട് എന്നതാണ് നാട്ടുകാരെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ വിതരണം ചെയ്യുന്നത് ചോദിച്ചാൽ നായ്ക്കൾക്ക് ഭക്ഷണം എന്നത് പറയാം. പക്ഷേ അതിനേക്കാൾ അതിനൊരു ലക്ഷ്യമുള്ളത് ഈ രീതിയിലുള്ള അവശിഷ്ടങ്ങൾ കൂടി ഇല്ലാതാക്കുക എന്നത് കൂടിയുണ്ട്. അതുകൂടി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് കേസെടുക്കേണ്ട, നടപടിയെടുക്കേണ്ട കാര്യങ്ങളിലേക്ക് വന്നത്. അഭിലാഷ്, ഒന്നുറപ്പാണ്, നമ്മൾ പലതവണ അവിടെ ഷൂട്ടിനും കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോൾ ഈ തെരുവുനായി ശല്യം അവിടെ വളരെയധികം തന്നെ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ ഒരു ടൂറിസ്റ്റ് മേഖല കൂടി എന്നതാണ് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഡാനി, അതായത് ഇവർക്ക് തെരുവുനായകളോട് സ്നേഹമുണ്ടെങ്കിൽ പോലും ഈ കോഴിയിറച്ചിയുടെ വേസ്റ്റ് ഒന്നും കൊടുക്കുന്നതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല. കാരണം അത് തെരുവുനായയുടെ ഭക്ഷണ ഗണത്തിൽപ്പെടുന്ന ഒന്നല്ല. അങ്ങനെ ഭക്ഷണം കൊടുത്താൽ അത് കൂടുതൽ ആക്രമണകാരികളായി മാറുകയാണ്. അതിന് ഇറച്ചിയുടെ രുചി കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊച്ചു കുട്ടികളെ പോലുമൊക്കെ തെരുവുനായ ആക്രമിക്കുന്നത്. കൃത്യമാണ് അഭിലാഷ. അതുമാത്രം ഇത് ഇങ്ങനെ വിതരണം ചെയ്ത് പോവുക എങ്കിൽ പിന്നെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഒരു ഒളിവ് പിടിച്ച മറ പിടിച്ച ഈ രീതിയിൽ ഭക്ഷണം കൊടുക്കേണ്ടതുമില്ല. അപ്പോൾ തീർച്ചയായും അവർ അവശിഷ്ടങ്ങൾ അത് ഇല്ലാതാക്കുന്നതിന് ഈ രീതി കൂടി ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് തടയപ്പെടേണ്ടത് തന്നെ, ഒരു സംശയവുമില്ല. കാരണം അഭിലാഷ് പറഞ്ഞതുപോലെ ഇവരെ ആക്രമണകാരികളാക്കി മാറ്റുന്നത് ഈ രക്തം പുരണ്ട ഈ മാംസാവശിഷ്ടങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്യുമ്പോൾ അത് ഭക്ഷണമായിട്ട് എടുക്കുന്ന ഈ നായ്ക്കൾക്കെല്ലാം അത് മറ്റൊരു കാരണമാകുന്നുണ്ട് എന്നത്
പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് മറ്റേതെങ്കിലും സമയമാകുന്നു, രാത്രിയുടെ പാതിരാത്രി ഇത് വന്ന് വിതരണം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. ഏതായാലും പോലീസ് നടപടിയെടുത്തിരിക്കുന്നു. ഇതിൽ നിയന്ത്രിക്കപ്പെടേണ്ട കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നത് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അഭിലാഷ്, തീർച്ചയായും ഇവരെയൊന്നും തെരുവുനായ സ്നേഹികളെന്ന് വിശേഷിപ്പിക്കുക സാധ്യമല്ല. അതൊക്കെ കപട തെരുവുനായ സ്നേഹികളാണ്. അതല്ലാത്തവരൊക്കെ തെരുവുനായകളെ സംരക്ഷിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അവർ അവരുടെ ചെലവിൽ ഷെൽട്ടർ ഹോമുകൾ തയ്യാറാക്കിയാണ് നായകളെ സംരക്ഷിക്കുന്നത്. അതിന് അപ്പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായകൾക്ക് ഇത്തരത്തിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിന് ഷെൽട്ടർ സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അത്തരം ചിലവിൽ ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തെരുവുനായകളെ സംരക്ഷിക്കുക എന്നതാണ് അവർ ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ഇവരുടെ ഈ സംരക്ഷണം മൂലം തന്നെയാണ് സാധാരണക്കാരായ നിരവധിയായ ആളുകൾ തെരുവുനായകളുടെ ആക്രമണത്തിന് കൊച്ചുകുട്ടികൾ പോലും ഇരകൾ ആക്കപ്പെടുന്നത്. അവർക്കെതിരെ നടപടി തന്നെയാണ് വേണ്ടത്. അത്തരത്തിൽ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.